guys, welcome back to my YouTube channel. അപ്പോൾ സംഭവം നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ അല്ലേ? നമ്മളൊരു ഫിഷ് ഗ്രില്ലടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് ഗ്രില്ല് ചെയ്യുമോയെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് നാളായിട്ട് ഇങ്ങനെ കൊതി പറയുകയാണ് കേട്ടോ വീട്ടിലെല്ലാവരും. നമുക്ക് ഫിഷ് ഒന്ന് പൊള്ളിച്ചെടുക്കണം. പക്ഷെ അതിന് പറ്റിയൊരു ഫിഷ് വേണമല്ലോ. നമുക്കിവിടെ അങ്ങനെ ഫ്രഷായിട്ട് എന്താ പറയുക കിട്ടത്തൊന്നുമില്ല. എന്നാലും മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രഷായിട്ട് അല്ലെങ്കിലും കിട്ടത്തില്ല, എന്നാലും ഒരു 2-3-4 ദിവസത്തെ പഴക്കമെങ്കിലുള്ള മീനൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ കിട്ടിയ മീൻ വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ നന്നായിട്ട് അവർ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് തന്നെ. നല്ല ദശ, അത്യാവശ്യം കട്ടിയില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഷായിരുന്നു ഇത് അവരുടെ ഒരു പേര് പറഞ്ഞിട്ടും സത്യത്തിൽ ഈ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായതുകൊണ്ട് ഞാൻ അതിൻ്റെ പേരങ്ങ് മറന്നുപോയി കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫിഷ് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. ഈ ഫിഷ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 100 കൂട്ടം കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷേ എന്നാൽ പോലെ നമ്മൾ ചെറിയ മീനൊക്കെ ഇല്ലേ, ആവോലി, അതുപോലെ സിലോപ്പിയ, അങ്ങനത്തെ മീനൊക്കെ ഇല്ലേ, കരിമീൻ, അതൊക്കെ പൊള്ളിച്ച് വീട്ടിൽ കഴിച്ചിട്ടുണ്ട് വാഴയിലയിലൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇത്ര വലിയ മീനല്ലേ, ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ വിചാരിച്ചു ഇതിനെ മുഴുവൻ മൊത്തത്തിൽ മസാലയൊക്കെ തേച്ചെടുത്തിട്ട് ചെയ്താലോ ഒന്ന്. പക്ഷെ അപ്പം നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്രയും വലിയ തവയൊന്നും ഇല്ല അതിൻ്റെ മണ്ടയിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 2ആയിട്ട് കട്ട് ചെയ്ത് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഐറ്റംസൊക്കെ എടുത്ത് വെച്ചു. 2 തക്കാളി, അതുപോലെ തന്നെ കുറച്ച് സവോള, വെളുത്തുള്ളി, എല്ലാം കുറച്ച് ഏറെ എടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രേവി ഏറെ ഉണ്ടെങ്കിൽ ഫിഷ് പൊള്ളിച്ചത് അല്ലെങ്കിൽ മീൻ പൊള്ളിച്ചത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഓരോ പരിപാടിയിലൊക്കെയാണ് കേട്ടോ. ഞാൻ നല്ല റെസ്റ്റോറൻറ്റിലും ഷാപ്പിലും ഒക്കെ പോയിട്ട് ഞണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിൽ വെച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കഴിക്കുന്നത്. ഞാൻ അവിടുത്തെ മാമൻ്റെ അടുത്ത് പറഞ്ഞു, മാമ എനിക്ക് ഒരു ഞണ്ടിനെ ഒന്ന് ഫ്രീ ആയിട്ട് തന്നേക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് മതി, ഒരു 3-4 കൊടുക്കും. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്ന് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ചേട്ടൻ ഒന്ന് തന്നു കേട്ടോ. ഒരു വലിയ ഞണ്ടായിരുന്നു തന്നേ. സത്യത്തിൽ ഞാനത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വീട്ടിൽ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഞണ്ടൊക്കെ ഇഷ്ടമാണോ? പിന്നെ അതിൻ്റെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് അത്ര അറിവില്ല, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാലും നമ്മൾ വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, വയറുവേദന എടുക്കുമോ എന്ന്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കായംകുളത്ത് പോയി നിന്ന സമയത്ത്, ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത്, അവളുടെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. പക്ഷെ അന്ന് അത് കഴിച്ചിട്ട് എനിക്ക് വയറുവേദന എടുത്തിരുന്നു. എന്നാലും ഞാൻ ഒരെണ്ണമായിട്ട് വെച്ച് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, വയറുവേദന ഒന്നും എടുത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം നമുക്ക് കുറച്ച് മസാല ഗിരിഗിരി എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് മസാല ഇട്ടിട്ട് മീനൊന്ന് മാരിനേഷൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി അത്രയൊക്കെ ഇട്ടിട്ട് തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുറച്ച് നാരങ്ങാനീരും ഒക്കെ ഒഴിച്ചിട്ടാണ് മസാല റെഡിയാക്കിയത്. എന്നിട്ട് ഫിഷിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ എല്ലാ സൈഡും. വലിയ മീനായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അങ്ങ് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചു കോരിയൊന്നും എടുക്കണ്ട. നമുക്കറിയാമല്ലോ, ഒരു ഷാലോ ഫ്രൈ എന്നൊക്കെ ചെയ്തെടുക്കുന്ന പോലെ അല്ലേ, ഒരു മീഡിയം രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എല്ലാ സൈഡും. എനിക്ക് ആദ്യമൊക്കെ ഈ ചിക്കനും മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കയ്യിൽ പുരട്ടി മാരിനേഷൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കൈ പുകയുമായിരുന്നു കേട്ടോ. മീൻസ് കൈ ഇങ്ങനെ ഒരു ഭയങ്കര പുകഞ്ഞെരിഞ്ഞിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് ഓക്കെയാണ്. ഇപ്പം ഞാൻ കുറച്ച് യൂസ്ഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇനിയും സ്കിന്നെല്ലാം ഡെഡായി പോയതായിരിക്കും. എനിവേ ഇപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ തന്നെ മുളക് പൊടി അമ്മ എല്ലാം കൂടുതലും മസാലയൊക്കെ വീട്ടിൽ തന്നെ മേടിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി അല്ലെങ്കിൽ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കുന്നതാണ്. മഞ്ഞപ്പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന്, അതായത് വലിയ ഡ്രൈയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, അമ്മയൊക്കെ വരുമ്പോൾ കൊടുത്ത് തന്നു വിട്ടത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സ് വരുമ്പോൾ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് കേട്ടോ ഈ കുരുമുളകും. കൂടുതലും മസാലയൊക്കെ ഇവിടുത്തെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് കടയിലേക്ക് വാങ്ങുമ്പോൾ എനിക്ക് നന്നായിട്ട് കൈ വേദന നീറാറുണ്ടായിരുന്നു, ഭയങ്കര എരിവ് എടുക്കാറുണ്ടായിരുന്നു. ഇപ്പം അതില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം മാരിനേഷനൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഒരു 15 മിനിറ്റ് കൂടുതൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ചെറിയ തവയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് നമ്മുടെ മീനിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഒന്ന് 2 സൈഡും ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒത്തിരി ഫ്രൈ ആക്കേണ്ട, അത് വറുത്ത മീൻ പൊള്ളിച്ചതുപോലെ ആയിപ്പോവും. കണ്ടോ, ഞാനിവിടെ നമ്മുടെ ഞണ്ടുകുട്ടനെ അരച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ കുക്ക് ചെയ്ത് കഴിച്ചത് അന്നല്ല കേട്ടോ. അന്ന് എഴുന്നേക്കാൻ വയ്യായിരുന്നു കഴിച്ചിട്ട്, അതുകൊണ്ട് അന്ന് എടുത്തില്ല. നമ്മളൊരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുവരെ അത് മാരിനേഷൻ ചെയ്തിരിക്കുമായിരുന്നു. 2-3 ദിവസമല്ല, 2 ദിവസം, അതായത് പിറ്റേന്ന് എടുത്തു അങ്ങനെ. അപ്പോൾ
ദേ നമ്മുടെ മീനെ നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. കാരണം ഇത്രയും കട്ടിയുള്ള വലിയ പീസ് മീനായതുകൊണ്ട് അകത്തേക്ക് ഉപ്പും എരിവെല്ലാം പിടിക്കുകയും വേണം. ഫ്രൈ ആവുന്ന സമയത്ത് ഒത്തിരി എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കുകയും ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എണ്ണ ഇങ്ങനെ ഓയിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമായിരുന്നു അതിൻ്റെ മുകളിലൊക്കെ. പക്ഷെ സംഭവം നന്നായിട്ട് തന്നെ വന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് മീനിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, കാരണം അത്ര ഫ്രഷ് അല്ലല്ലോ, ലൈക്ക് കുളമാകും എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷെ മീനൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. മസാലയും നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഗ്രേറ്റ് മിസ്സിങ് ആയിട്ട് തോന്നിയ ഒരു ഐറ്റം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാവേ. അങ്ങനെ നമ്മുടെ മീനിൻ്റെ ആദ്യത്തെ പീസ് ഒന്ന് ഏകദേശം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വാലിൻ്റെ ആ ഒരു സൈഡായിരുന്നു അത് നമ്മൾ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും എന്താ പറയുക നിർത്തി വിരുത്തിയും കിടത്തിയൊക്കെ പൊരിച്ചെടുത്തു എന്ന് പറയുന്ന പോലെ നന്നായിട്ട് ചെയ്തെടുത്തു കേട്ടോ. എനിക്കിത് കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞപ്പം ഇത്ര വെയിറ്റുള്ള മീനായിട്ട് തിരിച്ചിടാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അടുത്ത ഇത്രയും ആൾക്കാർ നിൽക്കുമല്ലേ, എല്ലാവരും കൂടെ കൂടിയിട്ടൊക്കെയാണ് കേട്ടോ ഇത് ചെയ്തത്. ഒരു പീസ് മീനൊന്ന് ഫ്രൈ ആയി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തുള്ളൂ. അപ്പോൾ ആദ്യത്തേത് കുക്കായി മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് രണ്ടാമത്തെ എടുത്തപ്പം അതിനും കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് തന്നെ മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനിൻ്റെ ഉള്ളിലേക്കും എരിവും പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആഹാ, ഇതായിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച് വലിയ ടാസ്ക്. ഇതിനെ എടുത്ത് തിരിച്ചിടുന്നായിരുന്നു. രണ്ടെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മളിവിടെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എന്താ മരച്ചീനിയില്ലേ, നമ്മുടെ കപ്പ ചെണ്ടക്കപ്പ പുഴുങ്ങിയതെന്നൊക്കെ പറയില്ലേ, അതുണ്ടാക്കി അമ്മയും ചേച്ചിയും കൂടി ഇരുന്നിട്ട് തകൃതിയായിട്ട് അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ മീനിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് പോയി. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാം. മീനൊക്കെ നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും സവോളയും കൂടെ കട്ട് ചെയ്തത് വെച്ചിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ. നമ്മളിവിടെ ബാലൻസ് ഉള്ള ആ മീൻ പൊള്ളിച്ചപ്പോൾ ഉള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ അതിന് ആ ഒരു കളറ്. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് എടുക്കുന്നുണ്ട്. വെളിയിൽ അവിടെ നന്നായിട്ട് കനലൊക്കെ ഇട്ട് കത്തിച്ച് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മസാല റെഡിയാക്കി എടുക്കുകയാണേ. നിങ്ങൾക്ക് ഫിഷ് മസാലയായിട്ട് വാങ്ങാൻ കിട്ടും, അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോട്ടോ. നമ്മളിവിടെ അല്ലാതുള്ള മസാല ഐറ്റംസ് ആണ് ചേർത്തത്. മല്ലിപ്പൊടി, തക്കാളി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല റെഡിയാക്കി. പിന്നെ കുറച്ച് പുളി എന്തായാലും വേണമല്ലോ. ഞാനിവിടെ കുറച്ച് തൈരാണ് ചേർത്ത് കൊടുത്തത് പുളിക്ക് വേണ്ടിയിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ചെറിയ പുളിയില്ലേ, നമ്മുടെ പിഴുപുളി എന്നൊക്കെ പറയില്ലേ, അത് ഒന്ന് മീൻ പുളി ആയാലും മതി. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്രേവിക്കൊരു പുളിപ്പും എരിവും അങ്ങനൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതേ നമുക്ക് ഇവിടെ നന്നായിട്ട് ഗ്രേവി നല്ല ഉടച്ച് നല്ല സെറ്റാക്കി എടുക്കണം. ഞാൻ ലാസ്റ്റ് ടൈമിലാണ് തക്കാളി ചേർത്തത്. കാരണം തക്കാളി അതിൽ കിടക്കണം, എന്നാലേ അതിൻ്റെ ഒരു രസമുള്ളൂ. ഇങ്ങനെ ഉടഞ്ഞു ചേരുന്നതല്ല, കുറച്ച് കിടക്കണം, അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ നമ്മളിവിടെ കുറച്ച് മല്ലിയിലയാണ് ഇട്ടത്. നിങ്ങൾക്ക് കറി ലീഫ് ധാരാളം ഉപയോഗിക്കാം, നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കിവിടെ എല്ലാവരും കുറച്ച് മല്ലിയില ഫ്ലേവറിന് അഡിക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മല്ലിയിലയാണ് കൂടുതൽ ഇട്ടത്. ഇനിയും ഈ ഒരു സ്പേസ് ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അന്തസ്സായിട്ട് പൊളിച്ച് വെച്ചേക്കുന്ന മീൻ എടുത്തിട്ട് ആ സ്പേസിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാല ഇതിൻ്റെ മുകളിലൊന്ന് തല്ലിപ്പൊത്തി വാരി സെറ്റാക്കി വെക്കുക, പാത്ത് വെക്കുക എന്നൊക്കെ പറയുന്ന പോലെ അതിന് മണ്ടയിലോട്ട് അങ്ങ് ഒളിപ്പിച്ച് വെക്കുക. ഇനി അത് ഫ്ലെയിം കുറച്ച് വെച്ച് കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ ആകുമ്പം മസാല അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ മീനിൻ്റെ ഫ്ലഷൊക്കെ അങ്ങ് ഭയങ്കര അതിൻ്റെ ആ ഒരു ദശയൊക്കെ അങ്ങ് ഭയങ്കര സോഫ്റ്റ് ആവും. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. മീൻ നന്നായിട്ട് വേഗം, നമ്മൾ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട്.
ദേ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ മീനിൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് അതിൽ തന്നെ വെച്ചിട്ട് മീൻ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഇതേ ഇതുപോലെ നല്ല ചൂട് വരണം, എന്നാലേ നമ്മുടെ മീനിൻ്റെ അകത്തും കൂടെ മസാല ഇറങ്ങത്തുള്ളൂ. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിയിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കരിഞ്ഞു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ നമ്മൾ വാഴയിലയൊക്കെ നല്ല കനലിൽ തന്നെ വെച്ചിട്ട് വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. വാഴയില വാട്ടിയിട്ട് അതിലേക്ക് എടുക്കാനാണ്. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, ഒരുപാട് ചേർത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഏറെ ചേർക്കാം. എന്നിട്ട് ഇങ്ങനെ കവർ ചെയ്ത് എടുത്താലും നല്ലതാണ്. അതല്ലെങ്കിൽ വാഴയിലയെ വെച്ചിട്ട് പൊള്ളിച്ചെടുത്തതിന് ശേഷം കോക്കനട്ട് മിൽക്കൊക്കെ ഒഴിച്ച് ആഡ് ചെയ്ത് കഴിക്കുന്നതും ഭയങ്കര ടേസ്റ്റിയാണേ. നമ്മുടെ ഈ വാഴയിലക്കകത്ത് കഴിക്കുക അല്ലെങ്കിൽ അതിൽ പൊതി കെട്ടിക്കൊണ്ടുപോകുക, അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് വാഴയിലയിൽ ചോറ് കൊണ്ടുപോകുന്നത്. അത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുത്തൊന്ന് ഓപ്പൺ ചെയ്ത് കഴിക്കുമ്പം നമ്മുടെ കൂട്ടാൻ്റെയൊക്കെ എല്ലാ ടേസ്റ്റും ആ വാഴയില വാടിയതിൻ്റെ ഒരു മണമൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ. സത്യത്തിൽ ഇത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വാഴയില വാട്ടുന്ന സമയത്തുള്ളൊരു സ്മെല്ലും വരും. എനിക്ക് ചെറിയൊരു മണം വരും. ഇലകൾ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് തീ കത്തിക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ചപ്പും കുപ്പയൊക്കെ വാരിയിട്ട് കുറച്ച് പോച്ചയിട്ട് കത്തിക്കുമ്പോഴും ഒരു മണം വരത്തില്ല. എനിക്ക് ഈ ഇലകളൊക്കെ ഇങ്ങനെ കത്തിക്കുമ്പോൾ കിട്ടുന്ന കത്തിക്കുമല്ലടാ, അത് ശരിക്കും വാടി ഇങ്ങനെ പുകഞ്ഞ് വരത്തില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാകും മണം. എനിക്ക് പ്രത്യേകിച്ച് ഈ വാഴയില പ്രാന്ത് ഇച്ചിരി ഉള്ള ആളാണ് ഞാൻ അനന്തൂനൊക്കെ മിക്കപ്പോഴും ചിലപ്പോൾ ഫുഡ് കൊടുത്ത് വിടാറുണ്ട്. ചിലപ്പം അല്ലെങ്കിൽ ഫുഡ് ലഞ്ചൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട്, ഉണ്ടാക്കി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊണ്ടുപോയി കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിലും വാഴയിലയിൽ കൊടുത്തു വിടുന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ നമ്മളിത് ഫോയിൽ പേപ്പറൊക്കെ വെച്ച് നല്ല വാഴയിലയുടെ നാരൊക്കെ ഉപയോഗിച്ച് കെട്ടി നല്ല സെറ്റാക്കിയിട്ട് നമ്മൾ ഗ്രില്ലടിക്കുന്ന ആ സംഭവത്തിനകത്ത് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിക്സഡ് വെജിറ്റബിൾസിൻ്റെ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും മല്ലിയിലയും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇട്ടിട്ട് അത് ചേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ. സാലഡൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഐറ്റം ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് ഓരോന്നിനും അനുസരിച്ചിട്ടുള്ള സാലഡ് ഏത് വേണമെന്ന് ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കും. എടി മറ്റേത് ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ അന്നുണ്ടാക്കിയതുകൊണ്ട് അങ്ങനെ പറയും കേട്ടോ. അത് ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് അതല്ലെങ്കിൽ മീൻ പൊള്ളിച്ചത് തുറന്ന് നോക്കണ്ടേ, നീ കണ്ടോ കേട്ടോ. ഇതെങ്ങനെയാണ് ഇത് സംഭവം റെഡിയായി വന്നപ്പോൾ ഉള്ളത്. നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് വീട്ടിലെല്ലാവരും ഒക്കെ കൂടുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ഓളം പിടിച്ച് 2 പേരെ കൂട്ട് കിട്ടിയാൽ മതി, നല്ല സെറ്റായിട്ടെല്ലാം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നൊന്നും ചോദിക്കുന്നില്ല, കാരണം ഇതൊരു റെസിപ്പി ഷെയറിങ് ഒന്നും അല്ലല്ലോ. നമ്മൾ ഉണ്ടാക്കി കഴിച്ചത് നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. ഗ്രേവിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ടൊമാറ്റോ ഒക്കെ ഇട്ടത് ദേ അതുപോലെ കിടപ്പുണ്ട്. നമുക്ക് ആ ചൂട് പൊറോട്ട ഇങ്ങനെ നമ്മൾ പിച്ചിക്കീറി ഇട്ടതാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഗ്രേവി അതും കൂടെ ഒക്കെ എടുത്ത് കഴിച്ചപ്പോൾ കിട്ടിയൊരു ടേസ്റ്റ് എൻ്റെ മോനെ. എന്തായാലും ഞാനിത് കൊതിപ്പിക്കാൻ പറയുമല്ലേടാ, സത്യമായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ വിചാരിച്ചതല്ല ഈ ഫിഷൊന്നും ചെയ്ത് കഴിഞ്ഞ് ഇത്രയും ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന്. സത്യത്തിൽ സംഭവം നല്ല ഗംഭീരമായിട്ട് വന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം നമുക്ക് പൊറോട്ട തികഞ്ഞില്ല എന്ന് വേണം പറയാൻ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചെണ്ടക്കപ്പയും ചോറും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചു, ചേച്ചി ഇപ്പം എന്താ ലൈവ് ചെയ്യാത്തത്, ലൈവ് വരാത്താണോ? എടാ ലൈവ് ചെയ്യാൻ എനിക്ക് സത്യത്തിൽ സമയം കിട്ടാറില്ല. ആ വീഡിയോ വോയിസ് ഓവർ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. പക്ഷെ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നതാണേ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സാലഡും ഗ്രേവിയും ഒക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു വാ തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കഴിച്ചോണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. ബൈ ബൈ, ടേക്ക് കെയർ.